ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കും കൂടെ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ഒരു വേഫർ ഹണി ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ? ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. ഉപ്പുള്ള ബട്ടർ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഒരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി പഞ്ചസാരയും ബട്ടറും കൂടെ നല്ല പോലെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യുക. പഞ്ചസാരയും ബട്ടറൊക്കെ പെട്ടെന്ന് തന്നെ കരിയും. ഇനി നല്ല പോലെ ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ പറഞ്ഞാൽ സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ. എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷനാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നാണോ എന്നുള്ളത്. ബേക്കിംഗ് സോഡ നമ്മുടെ അപ്പക്കാരാണ്. അധികം വിലയൊന്നും ഇല്ലാണ്ട് എല്ലായിടത്തുനിന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ബേക്കിംഗ് സോഡ കേട്ടോ. അപ്പോൾ പുതിയതായിട്ടുള്ള സോഡാപ്പൊടി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഇത് ഇങ്ങോട്ട് പതിഞ്ഞ് വരും കേട്ടോ. പുതിയ സോഡ ആണെങ്കിൽ നമുക്ക് നല്ല പോലെ പതിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. തീ ഒരിക്കലും നിങ്ങൾ കൂട്ടി വെക്കരുത്. നല്ല പോലെ പതിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ പഞ്ചസാരയുടെ ആ ഒരു കളറൊക്കെ മാറി നല്ലൊരു കാരമൽ കളറായിട്ട് വരും. ഈ ഒരു സമയത്ത് നല്ലൊരു മണമാണ്, ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അതേ ഒരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് പതിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ചൂടാറാനായിട്ട്. ഈ ഒരു സമയത്ത് നമുക്കൊരു 3 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് ആ ഒരു മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3-4 ടേബിൾ സ്പൂൺ തേന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ല തേൻ തന്നെ എടുക്കുക, എന്നാലും നമുക്ക് തേനിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. തേനും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് സമയങ്ങൾ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തേനും മുട്ടയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിച്ചാൽ മാത്രം മതി. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ ബട്ടറിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് പോവും. ഇനി ഇതിലേക്ക് നമ്മളൊരു 2.5 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ നമ്മൾ ഒന്നിച്ച് അങ്ങോട്ട് ഇടുന്നില്ല, കുറേശ്ശെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നിച്ചിടുന്ന സമയത്ത് കട്ടയായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു അളവിലേക്ക് ഒരു 2.5 കപ്പ് മൈദയുടെ ആവശ്യമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അളവ് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ പഞ്ചസാരയുടെ ബട്ടറിൻ്റെ ഒക്കെ അളവ് പകുതിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 10 ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു സൈസിൽ ഒരു 10 എണ്ണം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കട്ടിയായിട്ടല്ല മാവ് ഉണ്ടാവുക കേട്ടോ, കുറച്ച് ലൂസായിട്ടാണ്. കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് നമ്മൾ ബലം വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ പ്രഷറൊക്കെ കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഉരുളകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതോ വലുതോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഹണി കേക്കിൻ്റെ ബേസായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേഫർ നമ്മുടെ എന്ത് ക്രീമിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. തേനിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഞാനിതൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ടാണ് പരത്തുന്നത് കേട്ടോ. നിങ്ങൾ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പരത്തിയാൽ മതി. കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, ബട്ടർ പേപ്പറൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഷീറ്റിൽ വെച്ചിട്ട് നല്ല പോലെ പരത്തിയെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തി പലകയിലൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ പലകയിൽ നിന്ന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഷീറ്റിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തവയിൽ മാറ്റാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
പരത്തിയെടുക്കുന്ന സമയത്ത് അവരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിതൊന്ന് കുത്തി കൊടുക്കുക. അത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തവയിൽ ചുട്ടെടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാനും പറ്റും. ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് അത്രയും വെച്ചാൽ മതി. 10 മിനിറ്റ് തന്നെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഒരു 8 മിനിറ്റ് ആകുമ്പോഴത്തേനൊക്കെ നന്നായിട്ട് തന്നെ നെരിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനേക്കാളും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഒരു ചപ്പാത്തിയുടെ അത്രയും തന്നെ അത്ര കട്ടി മതി. ഒരുപാട് കനത്തിൻ്റെ ആവശ്യമില്ല. ഇത് സാധാരണ നമ്മളുടെ ഒരു ബ്രെഡ് പോലെയല്ല കേട്ടോ. നല്ല ഒരു മൊരിഞ്ഞിട്ടായിരിക്കും ഇരിക്കുക. ബട്ടർ സ്കോച്ചിൻ്റെ അതേ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് തേനിൻ്റെ കൂടെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഈ വേഫറൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി തവ നമ്മൾ നന്നായിട്ട് ചൂടായതിനു ശേഷം വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ കരിയും. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പൊള്ളയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. എന്നാലും നല്ല ക്രിസ്പായിട്ടാവും ഉണ്ടാവുക. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ, അതുപോലെ സാധാ ഫ്രഷ് ക്രീമിൻ്റെ കൂടെ, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ന്യൂട്ടെല്ലൻ്റെ കൂടെ, അതുപോലെ നമ്മൾ വലിയവർക്കാണെങ്കിൽ തേനിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഹണി കേക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഭാഗവും കുറച്ച് സമയം എടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ മൊരിയിച്ചിട്ടെടുക്കുക. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമോ എന്നുള്ളത്. ഇല്ല, നമുക്ക് ശരിക്കും കറക്റ്റ് കിട്ടുന്നത് ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വാനില എസൻസ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ. അതുകൊണ്ടാണ് വാനില ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ചുട്ടെടുക്കാം. നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്താനുള്ള കാരണം തന്നെ നമ്മുടെ സാധാരണ റൊട്ടിയൊക്കെ പോലെ പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചൂടോട് കൂടി കഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് തണുത്ത ക്രീമുകളുടെ കൂടെയൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പല രീതിയിലുള്ള ബ്രെഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വേഫർ ബ്രെഡ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.